പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളെ എന്താ പറഞ്ഞ ഒരു പകലൊക്കെ വീഡിയോ ഇടുന്നത് ഇപ്പം തുടങ്ങി. അപ്പോൾ ഇന്ന് നമ്മളെ VM സുധീരനെ പറ്റിയും VM സുധീരനും VM സുധീരനെക്കാട്ടിൽ കൂടുതൽ KCBC എന്നുവെച്ചാൽ കേരള കാതലിക് ബിഷപ്പ് കോൺഫറൻസ് എന്നാണ് അതിൻ്റെ പേര്. ഈ മദ്യനയം, മദ്യവും ലോട്ടറിയും കൊണ്ടാണ് കേരളം ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം. പാവം പിടിച്ച മദ്യക്കുടിയന്മാരെയും അല്ല ലോട്ടറി എടുക്കുന്നവരെയും കൊണ്ടാണ് കേരളം ടാക്സ് വർദ്ധിപ്പിച്ച് ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്നത്. ആ ടാക്സ് ഇച്ചിരി കുറച്ചപ്പോഴത്തേന് ഈ KCBC ബിഷപ്പന്മാരുടെ കാര്യം പോട്ട് അവരെ എല്ലാവരും അല്ല, എന്നാലും ഭൂരിഭാഗം പേരും വെള്ളം അടിക്കുന്നവർ ആരും അറിയാതെ. കത്തോലിക്ക അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഒരു 50% കൂടുതലും മദ്യം ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അവരൊക്കെയാണ് ഇതിനെതിരായിട്ടൊക്കെ വന്നത്. അതൊക്കെ പോട്ടെ, അത് അല്ലാതെ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടൊരു മിണ്ടായിരിക്കുകയായിരുന്നു KCBCക്കാർ. അതുപോലെ VM സുധീരൻ, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിനെ VM സുധീരൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നേതാവായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ VM സുധീരനെ നമ്മൾ ആരാധിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ പുള്ളിക്കാരനാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെ അധപ്പതനത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് സർക്കാരിൻ്റെയും അധപ്പതനത്തിനടുത്ത ഒരു കാര്യം. പുള്ളിക്ക് എപ്പോഴും ഷൈൻ ചെയ്യണം, പ്രായമായി ഷൈൻ ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ പോരെ. പുള്ളിക്കാരന് ഒരിച്ചിരി മര്യാദയൊക്കെ കാണിച്ച് ഈ സർക്കാരിനെ നിലനിർത്താനായിട്ട് ഒരു ഉപദേശങ്ങളൊക്കെ കൊടുത്ത് പുറകിൽ നിന്ന്, അല്ലാതെ പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചുകൊണ്ടൊക്കെ വന്ന് പുള്ളിക്ക് എപ്പോഴും ഇവിടെ ഞാൻ നിലനിൽക്കണം, ഞാൻ വലിയ ക്ലീൻ ഷീറ്റാണ്, കേരളത്തിലെ ഗാന്ധിജിയാ എന്നൊക്കെ പറഞ്ഞിട്ട് നിലനിന്നിട്ട് ഇന്നത്തെ കാലത്ത് ഒന്നും വെള്ളം അടിക്കാത്തവരാ വളരെ കുറവാണ്. വെള്ളം അടിക്കുന്നവരൊക്കെ പിന്നെ കുറഞ്ഞ ചെലവിൽ മദ്യമല്ല, കുറഞ്ഞ ചെലവിൽ കൂടുതൽ വീര്യമുള്ള മദ്യമാണ് വേണ്ടത്. അതിന് VM സുധീരനെ പോലുള്ളവർ കോൺഗ്രസ് സർക്കാരിൻ്റെ പാരയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഈ VM സുധീരൻ്റെ ഒന്നും അഭിപ്രായം കേൾക്കേണ്ട. 5 വർഷമോ 1 വർഷമോ 1.5 വർഷമോ ഭരിച്ചുള്ളതിലും VD സതീശനും സർക്കാരും അവരുടെ നയവുമായിട്ട് മുന്നോട്ട് പോവുക. ഈ VM സുധീരൻ പാരയാണ്, കോൺഗ്രസിൻ്റെ പാര. ഓക്കെ.